എനിക്കൊരു കാര്യങ്ങളോട് പറയാനുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ പലപ്പോഴായിട്ട് പല ആവശ്യങ്ങളൊക്കെ പുറത്ത് വീട് വിട്ടിട്ടൊക്കെ പോയി താമസിക്കലും അതേമാതിരി യാത്ര, ലോങ് യാത്ര ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഭക്ഷണം കയ്യിൽ കൊണ്ട് വെക്കലൊന്നുമില്ല. നമ്മൾ ഹോട്ടൽ ഭക്ഷണം തന്നെയാണ് കഴിക്കല്. പുറത്ത് എവിടെയാണോ നമ്മൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ അവിടുത്തെ സാഹചര്യം അല്ലെങ്കിൽ അവിടുത്തെ ഹോട്ടൽ ഭക്ഷണമൊക്കെ തന്നെയാണ് നമ്മൾ കഴിക്കല്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഭക്ഷണം നമ്മൾ ഓർഡർ ചെയ്ത് നമ്മളെ മുമ്പിലോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കുക. ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യും, വിശപ്പുണ്ടാവും, പക്ഷെ എങ്കിൽ പോലും നമ്മൾ വേഗം വലിച്ചു വാരി നമ്മൾ കഴിക്കരുത്. നമ്മൾ ആ ഭക്ഷണം എന്ത് ചെയ്യുക, നമ്മളൊന്ന് നിരീക്ഷിക്കുക, കൊണ്ടുവന്ന് വെച്ചാൽ. കാരണം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നമ്മളിത് വാങ്ങുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടൊന്നുമല്ല ഇപ്പോൾ നമുക്ക് ഈ ഭക്ഷണം തരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഭക്ഷണം എന്ത് ചെയ്യുക, നമ്മളെ കൺമുമ്പിൽ കൊണ്ടുവരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ആ ഭക്ഷണത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ഒന്ന് മറിച്ചൊക്കെ നോക്കിയതിന് ശേഷം ഭക്ഷണത്തിൽ ഇതേമാതിരി വല്ല പുഴുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ വെച്ചിട്ടാ നമ്മളത് എന്ത് ചെയ്യും, വലിച്ചു വാരി കഴിക്കുകയും ചെയ്യും. കഴിച്ചതിന് ശേഷം ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷക്കാരും അതിൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് വരിക. നമുക്ക് ഫുഡിൻ്റെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പിന്നെ ഭാവിയിലേക്ക് നമുക്ക് വരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ഏത് ഫുഡ് കിട്ടുകയാണെങ്കിലും കണ്ടാലും ആർത്തിയോടെ നമ്മൾ കഴിക്കരുത്. ആ ഭക്ഷണം നമ്മളെ കൺമുമ്പിൽ കണ്ടിട്ട് അതൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുക. അതല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും, നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ പോലെ ആയിരിക്കും, ഈ കയ്യിലുള്ള പൈസ കൊടുത്ത് കടിക്കണ പട്ടിനെ മേടിച്ചൊരു അവസ്ഥയായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക.